ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കേട്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളായി, ഒരു 3-4 ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കുറച്ച് തിരക്കായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ നിങ്ങളുടെ കമൻറ്റുകൾ കാണാറുണ്ട്. ചേച്ചി പറഞ്ഞിട്ട് റിക്കറിങ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്തു, FD ഇടാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഇനിയും വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് ഇൻസ്പിറേഷൻ കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. RD യുടെയും FD യുടെയും എൻ്റെ സേവിങ് ജേർണി. അപ്പം ഇത് നിങ്ങൾക്ക് പലർക്കും ഹെൽപ്ഫുൾ ആകുമെന്നാണ് വിചാരിക്കുന്നത്. ആസ് എൻ ഇനീഷ്യൽ ഇൻവെസ്റ്റർ, അതായത് സമ്പാദിക്കണമെന്ന വിചാരവുമായിട്ട് കുറച്ചെങ്കിലും പൈസ ഈ 2024 സേവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ചേച്ചി RD ഇടുന്നതാണോ നല്ലത്, അതോ ഞാൻ FD ആണോ ചേരേണ്ടത്? ശരിക്കൊരു കൺഫ്യൂഷൻ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനാണ് മാറ്റിത്തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും നമുക്കൊരു വരുമാനമുണ്ട്, ജോലി കിട്ടും, ജോലിക്ക് പോകുന്നുണ്ട്, ഒരു 15,000 അല്ലെങ്കിൽ ചെറിയൊരു വരുമാനം നമുക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. ചിലവുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത്ര രൂപ നമുക്ക് ഏകദേശം മാറ്റിവെക്കാൻ സാധിക്കുമെന്ന ഒരു ധാരണയും ഉണ്ടല്ലേ. അപ്പം അങ്ങനെ ധാരണയുള്ള സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട, ആദ്യമേ നോക്കേണ്ടത് നിങ്ങൾക്കൊരു 5,000 രൂപയിൽ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അപ്പം മോർ ദാൻ 5,000 ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ അത് താഴെയുള്ളൊരു എമൗണ്ടാണ് 2,000, 1,000, 500, 3,000. ഓക്കെ, അങ്ങനെ ചെറിയ തുകകളാണെങ്കിൽ നമ്മൾ റിക്കറിങ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതേ പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് FDക്ക് മിനിമം എമൗണ്ട് കാണിക്കുന്നത് ഒരു 5,000 റുപ്പീസൊക്കെയാണ്. ഓൺലൈൻ സൈറ്റിൽ, ബാങ്കിൽ എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സേവിങ്സ്, നിങ്ങളുടെ സമ്പാദ്യവും വളർത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെറിയ എമൗണ്ടുകളാണ്, 5,000-ന് താഴെയുള്ളൊരു തുകയാണ് നിങ്ങൾ എല്ലാ മാസവും നിശ്ചിതമായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു എത്രയാണ്, 500-ൻ്റെയോ 1,000-ൻ്റെയോ 2,000-ൻ്റെയോ 3,000-ൻ്റെയോ 4,000-ൻ്റെയൊക്കെ FDകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ 4,000 രൂപയാണ് സേവിങ്സ് എങ്കിൽ ചിലപ്പോൾ 2,000-ന് 2 RDയോ അല്ലെങ്കിൽ 4,000-ൻ്റെ ഒരു RDയോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. 10 മാസം ആകുമ്പോൾ 4,000 ആണെങ്കിൽ 10 മാസം ആകുമ്പോൾ നമുക്ക് 40,000, 12 മാസം ആകുമ്പോഴത്തേക്ക് 48,000, പലിശ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു നല്ല തുകയായിട്ട് നമുക്ക് കിട്ടും അല്ലേ. 48, ഒരു 50 രൂപ മുകളിലോട്ട് നമുക്ക് ഈ ഒരു വർഷം നമ്മൾ ഈ ഒരു 4,000 രൂപ വെച്ച് സേവ് ചെയ്താൽ പോലും നമുക്ക് സേവ് ചെയ്ത് എത്താൻ സാധിക്കും അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പോകുന്നത്. ഇനി നമ്മളത് FDയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് മാറ്റം വരുത്താൻ സാധിക്കുക? അപ്പോൾ FD എപ്പോഴൊക്കെയാണ് നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാന്ന് പറഞ്ഞാലും, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാലും ഒക്കെ FD എപ്പോഴാണ് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറും? നമുക്ക് ആ ഒരു തുക നമുക്ക് പിൻവലിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ആ ഒരു എമൗണ്ട് അവിടെ ബ്ലോക്ക്ഡ് ആണെന്നുള്ളൊരു ഒരു മെൻറ്റൽ ഒരു അലേർട്ട് നമുക്കുണ്ട്. അപ്പോൾ നമ്മളെന്താണ്, നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ ആ ഒരു ക്യാഷ് ഒരിക്കലും കാണിക്കത്തില്ല. ഓക്കെ, അത് FD ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സേവിങ് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ചിലവാക്കാൻ പൈസ ഇല്ല. ഉള്ളത് വെച്ച് നമ്മൾ മാനേജ് ചെയ്ത് പഠിക്കും. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വരുമാനം കിട്ടുമ്പോൾ തന്നെ ചെയ്തു പോകുക. സാലറി വരുന്ന സെയിം ഡേറ്റിൽ മോർ ദാൻ 5,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് FD ഇട്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 ഇയറിലോട്ട് നിങ്ങൾ ടാർഗറ്റ് കൊടുക്കുക. ഓരോ മാസവും 5,000-ന് മുകളിലുള്ള ഒരു 5,000 പ്ലസ് എമൗണ്ട് നിങ്ങൾ FD ഇട്ട് ശീലിച്ച് പോവുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പല ആൾക്കാരുടെയും കമൻറ്റുകൾ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ചേച്ചി പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ഇത്ര രൂപ സേവ് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൽ പലരും വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ FD ഇടുന്നത് 5,000 റുപ്പീസ് വെച്ചിട്ടാണ് FD ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകും. ജനുവരിയിൽ 5,000 സേവ് ചെയ്തു, ഫെബ്രുവരിയിൽ ചിലപ്പോൾ 5,000 FD ഇട്ടു, മാർച്ചിൽ 5,000 FD ഇട്ടു. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് ഒരു ഹരമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ മാറുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ചിലവുകളൊക്കെ ചെറുതായിട്ട് അധിക ചിലവുകൾ കുറയ്ക്കും, ഓൺലൈൻ പർച്ചേസ് കുറയ്ക്കും. പതിയെ നിങ്ങൾ സേവിങ്സിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഈ ഒരു ട്രൈ അനിവാര്യമാണ് നമ്മുടെ ലൈഫിൽ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 5,000 ഇടുന്ന സ്ഥലത്ത് നെക്സ്റ്റ് മന്ത് പിന്നീടുള്ള സമയങ്ങളിൽ 6,000, 6,500 ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വരുമാനം വരുന്നത് നിങ്ങളുടെ ചിലപ്പം സാലറിയുടെ പകുതിയൊക്കെ എടുത്ത് ചിലപ്പോൾ FD ഇടും. ഓക്കെ,
എന്നിട്ട് നിങ്ങളെ ചിലവുകൾ ഉള്ള പൈസക്കകത്ത് വെച്ച് മാനേജ് ചെയ്ത് പഠിച്ച് പോകും. അതാണ് ആക്ച്വലി എഫ് ഡിയുടെ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ ഓരോ മാസവും ഓരോരോ എഫ് ഡികളിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ് വന്നിട്ട് എന്താണ്, എല്ലാ എഫ് ഡിയുടെയും മെച്യൂരിറ്റി ഡേറ്റ് വന്നിട്ട് ഒരു ഡേ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ജാനുവരിയിൽ എഫ് ഡി ഇടുന്ന ജാനുവരി 1 നമ്മളൊരു എഫ് ഡി ഇട്ടെങ്കിൽ അത് എത്രയായിരിക്കും, 12 months ആയിരിക്കും നമ്മൾ ഡേറ്റ് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫെബ്രുവരി 1 നമ്മൾ എഫ് ഡി ഇടുന്നതെങ്കിൽ നമുക്ക് എത്ര മാസം, ആ ഒരു പീരീഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 11 months എഫ് ഡി ഇടാം. ഓക്കെ, മാർച്ചിലാകുമ്പോഴത്തേക്ക് നമുക്ക് 10 months എഫ് ഡി ഇട്ട് പോകും. അപ്പം എല്ലാം മെച്യൂർഡ് ആകുന്നത് എങ്ങനെയായിരിക്കും, നെക്സ്റ്റ് അടുത്ത വർഷം 1-ാം തീയതി ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ എഫ് ഡിയും സെയിം ഡേറ്റിൽ തന്നെ നമുക്ക് മെച്യൂർഡായിട്ട് നമുക്ക് ആ എമൗണ്ട് ലിക്വിഡേറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് നമുക്കതൊരു ബിഗ് എമൗണ്ട് ആക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ഇയറിലോട്ട് നമുക്കൊരു പർപ്പസ്ഫുള്ളി അതിനെ എന്താവശ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ആർ ഡി ആകുമ്പോൾ നമ്മുടെ പൈസയ്ക്ക് ലിമിറ്റുണ്ട്, ഇത്ര രൂപയെ നമുക്ക് ആർ ഡിയിലോട്ട് പോവുള്ളൂ. പക്ഷേ എഫ് ഡിക്ക് അങ്ങനൊരു ലിമിറ്റ് ഇല്ല. നമ്മുടെ കയ്യിൽ എത്ര വന്നാലും നമുക്കതിനെ നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. എഫ് ഡി ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് കാണിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഒരുപക്ഷെ അതിൻ്റെ റിട്ടേൺസ് കുറഞ്ഞാലും ഞാൻ വീഡിയോസിനകത്തൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ ആ എൻ്റെ അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് കിടക്കുകയാണെങ്കിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളതിനെടുത്ത് ചിലവാക്കും അല്ലേ. 10,000 കിടക്കുകയാണെങ്കിൽ ഒരു 2,000 രൂപയെങ്കിലും നമ്മൾ പല രീതിയിൽ ചിലവാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആക്ച്വലി അവിടെ 8,000 മാത്രമേ ഇല്ലല്ലോ. അതേസമയം എഫ് ഡി ഇടുമ്പോഴത്തേക്കും ആ 10,000 അവിടെ കിടക്കുന്നു, പ്ലസ് ഇൻട്രസ്റ്റും കിട്ടുന്നു. സോ ശരിക്കും അവിടെ ഞാൻ ആ ചിലവാക്കുന്ന ആ പൈസ കൂടി അവിടെ സേവ് ചെയ്തിട്ടില്ലേ. അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഓരോ മാസവും ചെറിയ എഫ് ഡികളിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വർഷം, അതായത് ഈ ഒരു 12 മാസവും അവസാനിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി 12 എഫ് ഡികളുണ്ടായിരിക്കും. ആ 12 എഫ് ഡിയുടെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു തുക നമുക്ക് സേവ് ചെയ്ത് എടുക്കാൻ സാധിക്കും. സോ ചിലവുകളെല്ലാം നമ്മളൊരു പരിമിതപ്പെടുത്തി അനാവശ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളോടും നോ പറഞ്ഞ് നമ്മുടെ സമ്പാദ്യം വളർത്തണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഡ്രീം ആക്കിയാൽ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നാളെ കാണാം. ബൈ.